Hello. സുഹൃത്തെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ആൻഡ് യു ആർ വാച്ചിങ് ദ ഗ്രേറ്റ് അഞ്ജന ബാലൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സാരി എടുക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ സാരി എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. കാരണം 2 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ പകുതി എത്തുമ്പോഴത്തേക്കും എനിക്ക് പറ്റാതെ വരും, ഞാൻ ഊരിക്കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ തീരുമാനിച്ച് ഇറങ്ങിയേക്കുക. ഇന്ന് നമ്മൾ സാരി എടുക്കാൻ പോവാം. ഓക്കെ, പാവാട എടുത്തിട്ട് നമ്മുടെ 2 സൈഡിലും, അതായത് ഇവിടെയും പ്ലെയിൻ ആയിരിക്കണം, ബാക്കിലും. ഇതിൻ്റെ വള്ളിയാണ്, ബ്ലൗസിൻ്റെ വള്ളിയാണ്. ബ്ലൗസിന് ഇങ്ങനെ ബാക്കിൽ കെട്ടുള്ള. അപ്പം ഓക്കെ, ഇത് ഇവിടെയും പ്ലെയിൻ ആയിരിക്കണം. കണ്ടോ, ഇവിടെയും പ്ലെയിൻ ആയിരിക്കണം, ഇവിടെയും പ്ലെയിൻ ആയിരിക്കണം. ഈ ബാക്കിയുള്ള ഞുറുക്ക് കുറുക്ക് എല്ലാം ഇപ്പുറത്തും മാറ്റി വെച്ചേക്കുക. ഓക്കെ, പിന്നെ ബ്ലൗസ് എൻ്റെ ചേച്ചിയുടെയാണ്, സാരി എൻ്റെ ചേച്ചിയുടെയാണ്, എല്ലാം ചേച്ചിമാരുടെയാണ്. എനിക്കായിട്ട് പ്രത്യേകിച്ച് സാരി ബ്ലൗസ് അങ്ങനെയുള്ള സാമഗ്രിക വകകളൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സാരി ഞാൻ കാണിച്ചു തരാം. ആണ് സാരി ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞ 2 ദിവസം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിലെ പ്ലീറ്റെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ ഇന്നങ്ങനെ തീരത്തില്ല ഇത്, അതുകൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ അറ്റം കണ്ടുപിടിക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് മുന്താണി പിന്താണി എന്നുള്ള സാധനങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ചങ്ങ് ഞൊറിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാലും മതി. കെട്ടിയാലും മീൻസ് കയറ്റിയാലും മതി. തുടക്കവും അവസാനവും ഇല്ലാത്തൊരു സാരിയാണിത്. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡിലാണ് കുത്തുന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് സാരി എടുക്കാൻ നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? 2 ദിവസം കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ കണ്ട് സാരി എടുക്കാൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ കയറ്റുക. ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവിടെ കുത്തി കൊടുക്കണം കേട്ടോ, നമ്മുടെ നീളം അനുസരിച്ച്. എനിക്കിപ്പം എൻ്റെ താഴെ വരെ കിടന്ന് ഇഴയണ്ട, ഇതിന് മുകളിൽ നിൽക്കണം. ഭയങ്കരമായിട്ട് വലിക്കുകയും ചെയ്യണ്ട, ജസ്റ്റ് ആക്കിയാൽ മതി. കറക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ശേഷം രണ്ടാമത് നമ്മൾ കറക്കി എടുക്കുക. അപ്പം ഒരു കറക്കി ഇപ്പം കറക്കിയുള്ളൂ, രണ്ടാമത്തെ കറക്കാണ് നമ്മൾ കറക്കാൻ പോകുന്നത്. ഇത് മെനക്കേട് പിടിച്ച പണിയാണ് കേട്ടോ, ആദ്യമേ ഞാൻ പറയാം. ഇറങ്ങി തിരിക്കുവാണെങ്കിൽ സമയം കണ്ടെത്തി ഇറങ്ങി തിരിക്കുക. എപ്പോൾ ഞാൻ കറക്കി 1 കറങ്ങി വന്നു. രണ്ടാമത്തെ കറക്കത്തിൻ്റെ എൻഡിങ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഈ ഒരു കറക്കി നമ്മൾ ഓൾറെഡി ആക്കി വെച്ചേക്കുന്ന പ്ലീറ്റില്ലേ, വാടെ. ഓക്കെ, പ്ലീറ്റ് എടുത്തതാണ്ട് നമ്മൾ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പ്ലീറ്റ് എടുത്ത്, ഓക്കെ, നമ്മൾ ഓൾറെഡി പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലീറ്റ് എടുത്ത് ഇങ്ങോട്ടാണ് ഇടുക. കുറച്ചുകൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് ഏതാണെന്നറിയുമോ? താഴത്തെ പ്ലീറ്റ് എടുക്കുന്നത്. ഇതും ടാസ്ക് ആയിരുന്നേ. ഇത് പക്ഷേ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതെനിക്ക് ഓക്കെ ആയിട്ട് വന്ന്. പക്ഷേ അതിലും വലുതാണ് ആ താഴത്തെ എടുക്കുന്നത്. എൻ്റെ പൊന്നി, അതെത്തുമ്പോഴാണ് ഞാൻ ഈ നിർത്തിയിട്ടങ്ങ് പോകുന്നത്. ഓക്കെ, അപ്പം താഴെ നല്ല ഇത്രയും ഉണ്ട്. ഏകദേശം എൻ്റെ മുട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ താഴോട്ട് പോകുന്നുണ്ട് അത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ്ടേ, ഇതുണ്ട്. ഇതാണ് നമുക്ക് ടാസ്ക് ആയിട്ടുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ വലിച്ച് പിടിച്ച് കൊണ്ട് ഇങ്ങോട്ട് കുത്തുക. വേറെങ്ങും കുത്താതിരിക്കുക, ഇങ്ങോട്ട് തന്നെ കുത്തുക. പിന്നെ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും അറിഞ്ഞൂടാ എന്നതാണ് വാസ്തവം. ഇതൊക്കെ ഞാൻ യൂട്യൂബ് കൊണ്ട് പഠിച്ചതാണ് കേട്ടോ. യൂട്യൂബ് ഉണ്ടെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒരു പഞ്ഞവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇപ്പം സാരി എടുക്കാനും. സത്യം പറഞ്ഞാൽ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതുപോലെ നമുക്ക് ബിഗിനേഴ്സിനെല്ലാം പല കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളപ്പോൾ ഇവിടെ കയറ്റി എല്ലാം കൂടെ പിടിച്ച് കുത്തുകയാണ്. ഇത് നല്ല ടൈറ്റായിട്ടാണ് കുത്താൻ കേട്ടോ, നല്ല ടൈറ്റായിട്ടിരിക്കണം. ശേഷം നമ്മുടെ കണ്ടോ, ഈ സാധനം എടുക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കറിയാം പെർഫെക്റ്റ് അല്ലെന്ന്, പക്ഷേ പറഞ്ഞല്ലോ നമ്മളൊന്നും പെർഫെക്റ്റ് ആവരുന്നില്ലല്ലോ. ഓക്കെ, ഏതാണ്ട് ഇത്രയും നമ്മൾ എന്തോ വെച്ച് കെട്ടിയതുപോലൊക്കെ ഉണ്ട്, സീനില്ല. ശേഷം ദാണ്ടെ ഇതെടുക്കുക. ഇതാണ് ദ റിയൽ ടാസ്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിനി ശരിയാക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം അകത്തോട്ട് കയറ്റി വെച്ചേക്കുക. ശേഷം ഇതെടുക്കുക.
ഇത് എവിടുന്ന് തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. ആരും എടുക്കുന്ന ആൻറ്റിമാരെയും അമ്മച്ചിമാരെയും ഞാൻ ഈ വേളയിൽ നമിക്കുന്നു. ഇനി എനിക്ക് കൈ ഇല്ല പിടിക്കാൻ. ഇതിനകത്ത് തന്നെ അതങ്ങ് കൂട്ടിച്ചേർക്കുവാണ് ഞാൻ. കാരണം ഇത് കണ്ടോ, വേറെ ഇവിടെ കുറച്ച് സാധനമുണ്ട്. ഇതിങ്ങനെ കയറ്റി അകത്തോട്ട് വെക്കുക. അയ്യോ, എല്ലാം ഫ്ലോപ്പ് ആയി ഗോയ്സ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമ്മക്കിന്നെ പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈ അയച്ചു വന്നേന്. ഇവിടൊക്കെ കറക്റ്റാണ്, പക്ഷെ ഇവിടെ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എക്സ്ട്രാ ഒരു പ്ലേറ്റ് എനിക്ക് വന്നേക്കുന്നത് എവിടെ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് ഓവറോൾ ഞാനെടുത്ത സാരി. ഹായ്, അപ്പം ഞാൻ സാരി എടുത്ത് കഴിഞ്ഞു. അപ്പം ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം വൈറ്റ് ബ്ലൗസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇത് ഞാൻ മാറ്റി, ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ചടിച്ചടിച്ച് പൊട്ടിച്ചേക്കുക. സാരി എടുക്കുന്ന വല്ലാത്തൊരു കഷ്ടപ്പാടാണ് കേട്ടോ. അത് എടുക്കുന്ന ശരി എന്നാ പയ്യേ.